നമ്പർ 18. നമുക്കെല്ലാവർക്കും അറിയാം, വേട്ടക്കാരൻ വനാന്തരങ്ങളിൽ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ, ഒരു കൊച്ചു വേട്ടക്കാരൻ ഇതാ സ്റ്റേജിലെത്തിയിരിക്കുന്നു. ഒരു കൊച്ചു വേട്ടക്കാരൻ സ്റ്റേജിലെത്തിയിരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുക. നേവൽ ഓഫീസറാണ് സ്റ്റേജിൽ. ആർക്കെങ്കിലും നേവൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ 20. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ഭഗത് സിംഗിനെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വില്ലാളി വീരൻ, ഇൻക്ലാബ് സിന്ദാബാദ് പാടിക്കൊണ്ട് എല്ലാവരെയും ആകർഷിച്ച വില്ലാളി വീരനാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. ചെസ് നമ്പർ 22. നമുക്കെല്ലാവർക്കും അറിയാം രോഗങ്ങളൊക്കെ വരുമെന്ന്. ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരുടെ അടുത്താണ് പോകാറ്? ഡോക്ടറുടെ. ഇതാ ഒരു കൊച്ചു ഡോക്ടർ, ഭാവിയിലെ ഒരു നല്ല ഡോക്ടർ സ്റ്റേജിൽ നിൽക്കുന്നു. ലുട്ടാപ്പിയുടെ കുട്ടാസിനെ എല്ലാവർക്കും പരിചയമില്ലേ? ലുട്ടാപ്പിയുടെ കുട്ടൂസിനെ എല്ലാവർക്കും പരിചയമില്ലേ? കാണണ്ടേ? ലുട്ടാപ്പിയുടെ കുട്ടൂസൻ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. കുട്ടൂസിനെ കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇതാരാണെന്ന്? ഇതാണ് ദിനോസ്. പണ്ട് മുതൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കണ്ടിരുന്ന ദിനോസ്. കുട്ടികളെ, ഓഡിയൻസ്, നിങ്ങൾ പോലീസിനെ കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. പോലീസ് നമുക്ക് എല്ലാവർക്കും. ചെസ് നമ്പർ 26. മലയാളി മങ്ക, വളരെ സുന്ദരിയായ കേരളക്കാരി മലയാളി മങ്കയാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. എല്ലാവരും മലയാളി മങ്കയെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ എല്ലാവരും ഒന്ന് കാണൂ, ആസ്വദിക്കൂ. ഒരു പട്ടാളക്കാരൻ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന, കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ മുട്ടയിടുന്ന ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് സ്റ്റേജിൽ. എല്ലാവരും കണ്ടിട്ടില്ലാത്ത എല്ലാവരും. ശകുന്തളയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ദർഭമുള്ളുകൾ. എയർ ഹോസ്റ്റസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എയർ ഹോസ്റ്റസിനെ? സുന്ദരിയായ ഒരു എയർ ഹോസ്റ്റസ് ആണ് സ്റ്റേജിൽ എത്തിനിൽക്കുന്നത്. നല്ല മനോഹരമായ ചിരിയോടെ. എയർ ഹോസ്റ്റസ് ആകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കണം, വളരെ സുന്ദരിയായ എയർ ഹോസ്റ്റസ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളൊക്കെ ആമയുടെയും മുയലിന്റെയും കഥ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഒരു നല്ല ആമയാണ് സ്റ്റേജിൽ. നമുക്കറിയാം, ആമ വളരെ പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. എല്ലാവരും ആമയെ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ആമയെ കണ്ട് ആസ്വദിക്കുക. കണ്ടിട്ടില്ലാത്ത എല്ലാവരും ആമയെ കാണാൻ ശ്രമിക്കുക. വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. നല്ലൊരു പട്ടാളക്കാരൻ, ധീരനായ, രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ റെഡിയായ പട്ടാളക്കാരനാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ പട്ടാളക്കാരന് മുമ്പിൽ ശിരസ് നമിക്കാം. ഒരു നല്ല പട്ടാളക്കാരൻ സ്റ്റേജിൽ
കൊണ്ട് കുത്തി വെക്കണം. ഇപ്പം തരാം. ഇപ്പം തരാം. നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ പക്ഷിയാണ് മയിൽ. നമ്മളെല്ലാവരും കൃഷിക്കാരന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് മടിയാണോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒരു കൃഷിക്കാരി സ്റ്റേജിൽ, ഇന്നത്തെ ഒരു കർഷക സ്ത്രീ സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു കർഷക സ്ത്രീ തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾക്കും ഭാവിയിൽ കർഷക സ്ത്രീ നമ്പർ 9. വീണ്ടും ഒരു കർഷകൻ അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയ ആദ്യ ഫലവുമായിട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കർഷകനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, സ്ത്രീകളിലേക്ക് മാറിയിട്ടില്ല എന്ന്. കർഷകന്മാരും ഉണ്ട്. ഒരു നല്ല കർഷകന് കിട്ടിയ വാഴക്കൻ. ഓഡിയൻസ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, വയനാട്ടിലെ ചൂരൽമലയിൽ അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട ജീവനുകളിൽ അതിജീവിച്ച 2 ജീവനുകളാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. ഹൃദയമലിപ്പിക്കുന്ന വളരെ സങ്കടകരമായ പ്ലീസ് നോട്ട് ഡൗൺ ചെസ് നമ്പർ 11. നിങ്ങളെല്ലാവരും ചേർപ്പുകളൊക്കെ പോകാറില്ലേ? ഉണ്ട്. ഉണ്ണീശോട് പ്രാർത്ഥിക്കാറില്ലേ? ഇത് ചേർപ്പുകൾ ഉണ്ണീശോ തന്നെയാണോ നമ്മളിവിടെ എത്തിയേക്കുന്നത്? അതെയല്ലേ, നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഉണ്ണീശോ നമ്മുടെ പള്ളിയിലും ഉണ്ട്. നല്ല ഉണ്ണീശോ. ആ ഉണ്ണീശോ ഇവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ മംഗളരാമിലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്. നമ്പർ 12 കോക്കനട്ട്, തേങ്ങ. ഒരു 3 ധാരാളം അറിയാവോ? ഇതൊരു തത്തമ്മയാണ്. വളരെ സുന്ദരിയായ ഒരു തത്തമ്മ. നമ്മൾ കരയുന്നൊക്കെ അനുകരിക്കുന്ന ഒരു തത്തമ്മ. എല്ലാവർക്കും തത്തമ്മയെ കണ്ട് ആസ്വദിക്കാം. ഇപ്പോൾ നമ്മളൊന്നും സംസാരിക്കാത്തതുകൊണ്ട് അനുകരണം ഇല്ല. കുരിശും താണ്ടി നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദൈവം തമ്പുരാൻ ഈശോയാണ്. ഒരു ഡക്കാണ്, ഒരു താറാവാണ് നമ്മുടെ സ്റ്റേജിൽ. ജഡ്ജസ് പ്ലീസ് നോട്ട് ഡൗൺ ചെസ് നമ്പർ 17. വീണ്ടും ഒരു പട്ടാളക്കാരൻ. ഇപ്പോൾ എല്ലാവർക്കും പട്ടാളക്കാരാകാൻ ഇഷ്ടമാണ്. രാജ്യത്തിന് വേണ്ടിയാണ് അവരുടെ സേവനം. ഒരു നല്ല പട്ടാളക്കാരൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ 3ാമത്തെ പട്ടാളക്കാരൻ. നിങ്ങൾക്കും പ്രചോദനമാകട്ടെ. ആവണി ജെ കൃഷ്ണ, 3rd നേഹ എൽസ തോമസ്. റെസിറ്റേഷൻ മലയാളം. ഫസ്റ്റ് ശ്രദ്ധ ടിയാസ്, 2nd നേഹ എൽസ തോമസ്, 3rd ശിവാനി ബി. ലൈറ്റ് മ്യൂസിക്.
ഹാർഫസ്റ്റ് കോമ്പറ്റീഷന്റെ റിസൾട്ടാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. ഓൺ സ്റ്റേജ് ഐറ്റംസ് മാത്രമേ അനൗൺസ് ചെയ്യുന്നുള്ളൂ. കാറ്റഗറി A1 LKG സ്റ്റോറി ടെല്ലിംഗ് മലയാളം സാമുവൽ ആൻഡോ അലക്സ് ഫസ്റ്റ് പൊസിഷൻ. അഹാന ബൈജു സെക്കൻഡ്. സ്പീച്ച് മലയാളം അഹാന ബൈജു ഫസ്റ്റ്. സാമുവൽ ആൻഡോ അലക്സ് സെക്കൻഡ്. ദർശ് KS ഇവിടെ വെച്ചാൽ വരാം. സോളോ അഹാന ബൈജു ഫസ്റ്റ്. ഋതുകേഷ് ശ്രീജിത്ത് സെക്കൻഡ്. അന്ന മരിയ ഷെറിൻ തേർഡ്. കാറ്റഗറി A2 UKG സ്റ്റോറി ടെല്ലിംഗ് മലയാളം അനിരുദ്ധ് സൂരജ് ഫസ്റ്റ്. അഭിരാമി PM അൻവിത് B തേർഡ്. സ്പീച്ച് മലയാളം ഐലീൻ ദീപക് ഫസ്റ്റ്. എയ്ഡൻ ജോസഫ് ടിൻഡു സെക്കൻഡ്. അനിരുദ്ധ് സൂരജ് തേർഡ്. സോളോ നീരജ് KS ഫസ്റ്റ്. ഇസാ മരിയ ജിൻ സെക്കൻഡ്. ഐഷാസ് റാട്ടൂൺ തേർഡ്. സ്പീച്ച് ഇംഗ്ലീഷ് ഇസാ മരിയ ജിൻ ഫസ്റ്റ്. ഐഷാസ് റാട്ടൂൺ സെക്കൻഡ്. രക്ഷിത് കിരൺ തേർഡ്. ശ്രീബാല J. എലക്യൂഷൻ മലയാളം ഫസ്റ്റ് സൈനേം ഹരി ക്ലാസ് 4. സെക്കൻഡ് ശ്രീഹരി R ക്ലാസ് 4. തേർഡ് നന്ദകിഷോർ അരുൺ ക്ലാസ് 4. റെസിറ്റേഷൻ ഇംഗ്ലീഷ് ഫസ്റ്റ്